പ്രൊഫസറെ, തന്റെ ഉദ്ദേശം എന്നെ എന്ത് ചെയ്യാനാ? എന്നെ എവിടെ കൊണ്ട് കളയാനാ? സത്യം പറഞ്ഞു, നാളെ എന്റെ കൂടെ എന്തിനാ അമ്പലത്തിൽ വന്നെ? അതിന് നാളെ അമ്പലത്തിൽ പോവാനും പോകുന്നില്ല, അഥവാ ഇവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് എത്താനും പോകുന്നില്ല. അതെന്താ? അതങ്ങനെ തനിക്കറിയാം? പ്രൊഫസറെ, പറഞ്ഞിട്ട് പോന്ന്. അപ്പൊ എനിക്ക് ഉറപ്പായി അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം തന്നെ ഞാനും പെടാം. എടാ ഞമ്മ, ആ കൊച്ചു വന്നോട്ടോ. അമ്മയ്ക്ക് പറ്റുണ്ടോ? എന്നെങ്കിലും അവന് ഒരു അമ്പലത്തിൽ പോണ അമ്മ കണ്ടിട്ടുണ്ടോ? അവൻ ചുമ്മാ പുളു പറഞ്ഞായിരിക്കും ഇവിടെ കൊണ്ടുവിടാന്ന്. നീ മിണ്ടാരി ഇറക്കാ. അവൻ വാക്കുടനെ വാക്കാ. മോള് പേടിക്കണ്ട, അവൻ വന്നോളൂ. അതാ എന്റെ പേടിയും. എന്റെ കാലൻ മുണ്ടെടുത്ത് വരുന്നു. ഇവിടെ നിന്ന് പൊറുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ വാടി. എക്സ്ക്യൂസ് മീ, എങ്ങോടാ? ബാക്ക് സീറ്റ് ഓൾറെഡി ബുക്കാ. അതിനിപ്പോ എന്താ, നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാലോ. സോറി, എനിക്ക് വിശാലായിട്ട് കിടന്ന് തന്നെ പോണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ. നീ ഫ്രണ്ടിൽ പോയിരിക്കുന്നേ. ഇതിപ്പോ ഒരുമാതിരി ഇടിപറ്റിയവന് തന്നെ പാമ്പടിച്ച അവസ്ഥയാണല്ലോ. മിനിയാന്ന് ഇവിടെ പിടിച്ച് തള്ളിയിട്ടു. ദേ ഇപ്പൊ അമ്പലത്തിനും കൊണ്ടുപോകണം. മോനെ ഞമാ, നിന്റെ കള്ളക്കളി ഇന്നത്തോടെ ഞാൻ കയ്യോടെ പൊക്കൂടാ. എൻ്റെ ഈ 2 കണ്ണുകളും നിന്നിലായിരിക്കും ഫോക്കസ്. ഇതിപ്പോ ഒരുമാതിരി അവാർഡ് പടം പോലെ മൊത്തം സൈലൻസ് ആണല്ലോ. ഇതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണ്. ബോറടിക്കുന്നു, റേഡിയോ ഒന്ന് വെച്ചോക്കാം. ഒന്ന് പോടാർക്ക, നീ നിർത്തണ്ടാടി. നിന്നോട് ഞാൻ നിർത്താനല്ലേ പറഞ്ഞേ. ചേട്ടാ, അത് വല്ലാത്ത കഷ്ടാണല്ലോ. ആ പാട്ട് ഇവിടെ 200 വെച്ചിപ്പോ എന്താ? ചെയ്യുണ്ടല്ലോ, അതെന്റെ ധൈര്യം. ഇനി ഇവിടെ ഇരുന്ന ഇവൻ എന്നെ തൂക്കിയെടുത്തെറിയും. അതിനു മുമ്പ് ഞാൻ ഇറങ്ങാം. ആളിറങ്ങാണ്ട് ഞാൻ ഇറങ്ങും ഇവിടെ. ഈശ്വര, അവളെ നീ തന്നെ കാത്തോണേ. അങ്ങനെ എന്റെ ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയും കൂടി പോയി. ഇനി ഇവിടെ ഇരുന്ന് ശരിയാവില്ല, പതിയെ ബാക്കി പോയിരിക്കാം. പറഞ്ഞിട്ട് വണ്ടി എടുത്തുവിടോ. നിനക്ക് അമ്പലത്തിൽ എത്തണമെങ്കിൽ നിന്റെ കമ്മല്